ഇതിലും നല്ലത് BPCL ഈ 32 കുടുംബങ്ങളെ അങ്ങ് കൊന്നുകളയുന്നതല്ലേ? വൻ വ്യവസായശാലകളും ഓയിൽ റിഫൈനറികളുമെല്ലാം നമുക്ക് വളരെയേറെ അത്യന്താപേക്ഷിതമാണ്. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്ന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പറയുമ്പോഴും ജനവാസ മേഖലകളിൽ ഇത്തരം വ്യവസായശാലകൾ സ്ഥാപിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളും നമുക്കുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ഇത്തരം വ്യവസായശാലകൾക്ക് ചുറ്റും നിഷ്കർഷിക്കുന്ന ഗ്രീൻ ബെൽറ്റ് ഉണ്ടാവണം, ബഫർ സോൺ ഉണ്ടായിരിക്കണം, മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഉണ്ടാവണം, പരിസര മലിനീകരണം ഉണ്ടാകുവാൻ സാധ്യതയുള്ള എല്ലാ മാർഗങ്ങളും ഇല്ലാതെയുമാക്കിയിരിക്കണം, സമീപവാസികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകണം. മാത്രമല്ല എണ്ണ ശുദ്ധീകരണശാലകൾ പോലെയുള്ള ഏറ്റവും അപകടകരമായ പ്രസ്ഥാനങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ റിസ്ക് കണക്കിലെടുത്ത് ഇത്തരം സ്ഥാപനങ്ങളുടെ CSR ഫണ്ടിന്റെ നല്ലൊരു പങ്കും ഈ മേഖലകളിൽ ചിലവഴിക്കുകയും വേണം. എന്നാൽ ഇത്തരം മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ ആവശ്യമായ ഗ്രീൻ ബെൽറ്റോ ബഫർ സോണോ ഒന്നുമില്ലാതെ ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ അമ്പലമുകൾ MSBP മോട്ടോർ സ്പിരിറ്റ് ബ്ലോക്കിലെ സൾഫർ പ്ലാന്റിൽ നിന്നുള്ള അതിമാരകമായ പരിസര മലിനീകരണം കൊണ്ട് പൊറുതിമുട്ടി ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാണ് 32ഓളം കുടുംബങ്ങൾ. ഇവർ മുട്ടാത്ത വാതിലുകളില്ല. എറണാകുളം ജില്ലയിലെ വടകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ നീർമേൽ നിവാസികളാണ് ഈ ദുരിതം അനുഭവിക്കുന്നത്. BPCLന്റെ അമ്പലമുകൾ ഓയിൽ റിഫൈനറിയോടനുബന്ധിച്ച് 2016 ഈ സൾഫർ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചത്. അന്നു മുതൽ നിർമേൽ നിവാസികളുടെയും ദുരിതം ആരംഭിച്ചു. ബഫർ സോൺ ഒന്നുമില്ലാതെ, ഗ്രീൻ ബെൽറ്റ് ഒന്നുമില്ലാതെ തൊട്ടടുത്ത പ്ലാന്റിൽ നിന്നും 24 മണിക്കൂറും കാതടപ്പിക്കുന്ന ശബ്ദമലിനീകരണം. പരിസരം മുഴുവൻ കറുത്ത ചാരം കൊണ്ട് മൂടും. കൂറ്റൻ പുകക്കുഴലിൽ നിന്ന് വരുന്ന കറുത്ത പുകപടലം കൊണ്ട് നട്ടുച്ചയ്ക്കും ഏതാണ്ട് സന്ധി മയങ്ങിയ പ്രതീതി. ഇടയ്ക്കിടയ്ക്ക് പുകക്കുഴലിൽ നിന്ന് ഉയരുന്ന തീഗോളങ്ങൾ, സൾഫറിന്റെ മനം പുരുട്ടുന്ന ദുർഗന്ധം. ഈ പ്ലാന്റ് പ്രവർത്തനം തുടങ്ങി 8 കൊല്ലം പിന്നിടുമ്പോൾ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ആയിരക്കണക്കിന് കോടികളുടെ ലാഭമുണ്ടെങ്കിലും ഇവിടുത്തെ മിക്ക കുടുംബങ്ങളിലും ഇന്ന് ക്യാൻസർ രോഗികൾ ഉണ്ട്. എല്ലാവർക്കും തന്നെ ശ്വാസം മുട്ടലും ചുമയും ത്വക്ക് രോഗങ്ങളും അങ്ങനെ പല മാരക രോഗങ്ങളും പിടിപെട്ടു. ഉണ്ടാകുന്ന കൊച്ചു കുട്ടികൾക്ക് വരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ. എന്നാൽ ഈ സ്ഥലം വിറ്റ് രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതിയാൽ സ്ഥലം കാണാൻ വരുന്നവർ പോലും പിന്നീട് ആ വഴി വരില്ല. ചുമ്മാതെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും സ്ഥലം ആർക്കും വേണ്ടാത്ത അവസ്ഥ. പല കുടുംബങ്ങളും ഇന്ന് ആത്മഹത്യയുടെ വക്കിലാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. നീതിക്കായി അവർ മുട്ടാത്ത വാതിലുകളില്ല. പഞ്ചായത്ത് മുതൽ ബ്ലോക്ക്, RDO, ജില്ലാ കളക്ടർ, മുഖ്യമന്ത്രി, ഗ്രീൻ ട്രിബ്യൂണൽ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, പോലീസ്, മനുഷ്യാവകാശ കമ്മീഷൻ, ഒടുവിൽ സുപ്രീം കോടതി വരെ ഇവരുടെ പരാതി എത്തി നിൽക്കുന്നു. എതിർചേരിയിൽ നിൽക്കുന്നത് BPCL ആയതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കളും കോൺഗ്രസ്, ഇടത്, വലത്, BJP വ്യത്യാസമില്ലാതെ ഇവരെ കൈയൊഴിഞ്ഞു. സ്ഥലം MLA ശ്രീനിജൻ, MP ബെന്നി ബെഹനാൻ എന്നിവർക്കൊക്കെ പരാതി കൊടുത്തപ്പോൾ കാശ് കിട്ടിയത് കൊണ്ടാണോ അതോ ജനങ്ങളുടെ കൂടെ നിൽക്കുവാൻ ഉറപ്പില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ഈ ജനപ്രതിനിധികൾ എന്ന് പറയുന്ന മോന്മാർ പ്രദേശനിവാസികളുടെ ദുരിതം കണ്ടില്ല എന്ന് നടിക്കുകയാണ് ചെയ്യുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ മുണ്ടുപൊക്കി കാണിക്കുന്ന ഇവന്മാരെ ഇനി എന്ത് ചെയ്യണമെന്ന് ജനങ്ങൾ തീരുമാനിക്കുക. വടി പോലത്തെ കതറുമിട്ട് കോർപ്പറേറ്റുകളുടെ എച്ചിൽ തിന്നാനാണോ നിങ്ങളെ ജയിപ്പിച്ചു വിട്ടത് എന്ന് ചോദിക്കേണ്ടുന്നത് അവിടുത്തെ വോട്ടർമാരാണ്. പ്രശ്നപരിഹാരം ഉണ്ടാക്കാതെ ഇവന്മാരെ വീടിന് പുറത്തിറങ്ങുവാൻ ജനങ്ങൾ അനുവദിക്കരുത്. വലിയ വാഗ്ദാനങ്ങളുമായി വന്ന ജട്ടി വ്യവസായിലും ഇവർ വളരെയേറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. അയാളുടെ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹവും കടകം പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റും പൂട്ടിക്കളഞ്ഞു. അങ്ങനെ ഇവനൊരു ട്രോജനാണെന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമായി. അങ്ങനെയാണ് ഒടുവിൽ ഇവർ സഹായാഭ്യർത്ഥനയുമായി ITV ന്യൂസിനെ സമീപിക്കുന്നത്. ഞങ്ങൾ ഈ പ്രദേശം പോയി സന്ദർശിച്ച് ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ നേരിട്ട് കണ്ട് തയ്യാറാക്കിയ വിവരങ്ങൾ ഞങ്ങൾ ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. എതിർ സൈഡിൽ BPCL ആയതിനാൽ മാധ്യമങ്ങളോ രാഷ്ട്രീയക്കാരോ ഭരണകൂടമോ ഇവരെ സഹായിക്കില്ല. ഇവരുടെ ഏക പ്രതീക്ഷ ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയിലാണ്. ഗ്രീൻ ട്രിബ്യൂണൽ ഗുരുതര ചട്ടലംഘനങ്ങൾ കണ്ട് 2 കോടി രൂപ പിഴയടയ്ക്കുവാൻ ഉത്തരവിട്ടു. എന്നാൽ കമ്പനി അതും സ്റ്റേ ചെയ്തു. ഇപ്പോൾ ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ദുരിതങ്ങൾക്ക് പുറമെ കേസിന്റെ ബാധ്യത കൂടി താങ്ങുവാൻ ഇവർക്ക് ആവില്ല. എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ലെങ്കിലും സുരേഷ് ഗോപി വിചാരിച്ചാൽ ഇതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് ഈ പാവങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ സുരേഷ് ഗോപി എന്തുകൊണ്ടോ ഇവരെ കാണാൻ കൂട്ടാക്കുന്നു പോലുമില്ല. വലിയ മൈലേജ് ഒന്നും കിട്ടാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ടാവണം. പക്ഷേ ഈ പാവങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. ഇവർ വളരെ പ്രതീക്ഷയോടെ സുരേഷ് ഗോപി സഹായിക്കും എന്നൊക്കെ പറയുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാലോ എന്ന് പലവട്ടം ആലോചിച്ചതാണ്. പിന്നെയും വേണ്ട എന്ന് വെച്ചു. വല്ല അത്ഭുതവും സംഭവിച്ചാലോ? ഞങ്ങൾ നീർമേൽ എത്തിയതറിഞ്ഞ് ശ്രീകല ടീച്ചറിന്റെ വീട്ടിൽ പ്രദേശവാസികൾ ഒത്തുകൂടി. നിയമപോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ബിപിൻനാഥ്,
പൊതുപ്രവർത്തകൻ MR രാജീവ് അടക്കമുള്ളവർ അവരുടെ ആശങ്കകൾ ഞങ്ങളുമായി പങ്കുവച്ചു. ഇനി ആ ദൃശ്യങ്ങളിലേക്ക്. എൻ്റെ പേര് വിപിൻദാസ് എന്നാണ്. ഞാൻ BPCLൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ കുറേ നാളായിട്ട്, അത് 2013 PDDP പ്രൊജക്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് 2013 കുറേ സ്ഥലം അക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലും പാടങ്ങളാണ് അക്യൂർ ചെയ്തിരുന്നത്. ആ സമയത്ത് മുതൽ ഇവിടെ പൊടികളായിട്ടും സൗണ്ടായിട്ടും പല പൊല്യൂഷൻ ഇവിടെ ഉണ്ടായിരുന്നു. 2010 ശേഷം അവർ സ്ഥലം നികത്തി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു. 2018 മുതൽ അത് കമ്മീഷൻ ചെയ്തിരുന്നു. 2018 മുതൽ ഇവിടെ പല രീതിയിലുള്ള പൊല്യൂഷൻ ഉണ്ട്. സൗണ്ട്, കെമിക്കലായിട്ട് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അങ്ങനെ പല രീതിയിലുള്ള പൊല്യൂഷൻ ഉണ്ടായിരുന്നു. കൂടാതെ പല സമയത്തും ഇവിടെ തോടുകളിൽ മീൻ ചത്തുപോകുന്ന പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡോ അങ്ങനെ ആരും അതിന് കൂടുതലൊന്നും ഇതും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു 2018 ഡിസംബർ ആയതോടുകൂടി ഞാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഓൺലൈൻ പോർട്ടലിൽ ഞാനൊരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് ഒരു ഇൻസ്പെക്ഷൻ വന്നിരുന്നു. ആ ഇൻസ്പെക്ഷൻ വന്ന സമയത്ത് തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ കൂടെ ഉണ്ടായിരുന്നു. അവർ ആദ്യം അന്ന് കൊറോണ സമയം ആയതുകൊണ്ട് അവർക്ക് അകത്തന്ന് ഇൻസ്പെക്ഷൻ അവർ സമ്മതിച്ചില്ല. അതിനുശേഷം അവർ പുറത്ത് വന്ന് ഇൻസ്പെക്ട് ചെയ്ത് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട്, അത് ഇവിടെ ഗ്രീൻ ബെൽറ്റിനുള്ള സാധ്യത ഇല്ലെന്നുള്ളതും ഗ്രീൻ ബെൽറ്റിനുള്ള സ്പേസ് ഇല്ലെന്നുള്ളതും ഇതുവരെ ഗ്രീൻ ബെൽറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കാര്യം കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ BPCL ഒന്നും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം 2019 ഇത് തന്നെ ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ടെക്നിക്കൽ കമ്മിറ്റിയിൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, പെസോ, OSID, അതുകൂടാതെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഇങ്ങനെ 5 പേരാണ് അടങ്ങിയൊരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ടെക്നിക്കൽ കമ്മിറ്റി ഒന്നിച്ച് വന്ന് ഞങ്ങളുടെ എല്ലാം ഡീറ്റെയിൽ എടുത്തിട്ട് അവരിവിടെ വന്ന് നേരിട്ട് വന്ന് ഇൻസ്പെക്ട് ചെയ്ത് ആ ഒരു റിപ്പോർട്ട് അവർ 2019 ഓഗസ്റ്റ് മാസത്തോടുകൂടി അവരത് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും BPCL അതിൻ്റെ കൂടുതൽ നടപടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ചെന്നൈ ബെഞ്ചിൽ ഞാൻ എൻ്റെ കേസ് ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസിൽ 2022 ഏപ്രിൽ മാസത്തിൽ അതിൻ്റെ വിധി വന്നിരുന്നു. BPCLൻ്റെ ഇവിടെ ഗ്രീൻ ബെൽറ്റ് ഇല്ലെന്നുള്ളതും ബഫർ സോണും ഇല്ലെന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊണ്ട് 2 കോടി രൂപ കോമ്പൻസേഷൻ ഇതായിക്കൊണ്ടൊരു ഓർഡർ ഇറങ്ങിയിരുന്നു. ഈ ഉത്തരവ് വന്ന ശേഷം തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡയറക്റ്റായിട്ട് സുപ്രീം കോടതിയിൽ ഞാൻ ഇതിൻ്റെ അപ്പീൽ കൊടുത്തിരുന്നു. കാരണം ഇവർക്ക് എൻജിയുടെ ഇതെന്ന് വെച്ചാൽ 2 കോടി രൂപ കോമ്പൻസേഷൻ മാത്രമാണ് ചെയ്തിരുന്നത്. പക്ഷേ ഈ 2 കോടി രൂപ കോമ്പൻസേഷൻ ചെയ്തെങ്കിലും ഗ്രീൻ ബെൽറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ സ്ഥലം അക്യൂർ ചെയ്യാതെ അവർക്ക് ഗ്രീൻ ബെൽറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം പല സ്ഥലത്തും സ്ഥലങ്ങളില്ല, എല്ലാം തൊട്ടടുത്ത് ഇവിടെ റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇവിടെ ഉള്ളത്. കാരണം ബാക്കിയുള്ളത് മൊത്തം ഇൻഡസ്ട്രി ഏരിയയും BPCL സ്ഥിതി ചെയ്യുന്ന ഏകദേശം 1540 ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ BPCLന്. അത് മൊത്തം ഇൻഡസ്ട്രി ഏരിയ ആക്കിയിട്ട് 2014 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഇൻഡസ്ട്രി ഏരിയ ആക്കിയ സ്ഥലം തൊട്ടടുത്ത് റെസിഡൻഷ്യൽ ഏരിയ ആണെന്നുള്ള ഒരു ഇതുപോലും ഇല്ലാതെയാണ് അവരവിടെ പ്രഖ്യാപിച്ചേക്കുന്നത്. ഈ റെസിഡൻഷ്യൽ ഏരിയ ഈ മതിലിന് അടുത്ത് എല്ലാം റെസിഡൻഷ്യൽ ഏരിയയാണ്. ഏകദേശം ഇവിടെ ഏകദേശം 40-50 മീറ്റർ ചുറ്റളവിൽ റെസിഡൻഷ്യൽ ഏരിയ ആണുള്ളത്. ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ തൊട്ടടുത്ത് ഇൻഡസ്ട്രി ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിന് ചെറിയ മാനദണ്ഡങ്ങളുണ്ട്. അതൊന്നും പാലിക്കാതെയാണ് ഇവരിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സുപ്രീം കോടതിയിൽ ഞാൻ അപ്പീൽ സമർപ്പിച്ചു. ഈ 2 കോടി രൂപയുടെ കോമ്പൻസേഷൻ മാത്രം മതിയാവില്ല. കാരണം ഇത് എങ്ങനെയാണ് സ്ഥലം അക്യൂർ ചെയ്ത് എങ്ങനെയാണ് ഗ്രീൻ ബെൽറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്, ഗ്രീൻ ബെൽറ്റും ബഫർ സോൺ, ഗ്രീൻ ബെൽറ്റ് മാത്രമല്ല പല സ്ഥലത്തും ബഫർ സോൺ ആവശ്യമുണ്ട്. ഈ ബഫർ സോൺ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ടുള്ളതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ ഞാനത് അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പീലിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെ തന്നെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, MOFC ഇതെല്ലാവരും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ MOFC പല സ്ഥലത്തും പല റിപ്പോർട്ടിലും പറഞ്ഞിരിക്കുന്നത് അവരാദ്യം ഗ്രീൻ ബെൽറ്റിന് വേണ്ടി കാണിക്കുന്ന സ്ഥലം അടുത്ത പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഈ ഗ്രീൻ ബെൽറ്റ് മാറ്റി അവിടെ പുതിയ പ്രൊജക്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പല സ്ഥലത്തും ഗ്രീൻ ബെൽറ്റ് ഇല്ലാത്തത്. ഇത് ഏകദേശം ഒരു 2011 പല സ്ഥലത്തും ഗ്രീൻ ബെൽറ്റ് എന്ന് പറയുന്നത് 500 മീറ്റർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുന്ന റിപ്പോർട്ടിലൊക്കെ 30% ഗ്രീൻ ബെൽറ്റ്. അതെങ്ങനെ മാറിയെന്ന് ഇപ്പോൾ എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വെച്ചിട്ടൊന്നും ഡീറ്റെയിൽ കിട്ടിയിട്ടുമില്ല. ഈ ഗ്രീൻ ബെൽറ്റ് 30% എന്നുള്ളത് അത് ഇവർക്ക് സ്ഥലം ഉണ്ടാവും. പക്ഷേ ഇത് റെസിഡൻഷ്യൽ ഏരിയയുടെ അടുത്ത് എവിടെയാണ് ഗ്രീൻ ബെൽറ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഇവർക്കില്ല. 30% കണക്കല്ലാതെ എങ്ങനെയാണ് ഗ്രീൻ ബെൽറ്റ് ഉള്ളതെന്നോ ഈ 500 മീറ്റർ ഗ്രീൻ ബെൽറ്റിൻ്റെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പല കംപ്ലയിൻസ് റിപ്പോർട്ട്, കാരണം ഇവർക്ക് MOFC ആണ് EC കൊടുക്കുന്നത്, എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് കൊടുക്കുന്നത്. ഈ ECയിൽ 6 മാസം കൂടുമ്പോഴും ഇതിന് റിപ്പോർട്ട് തയ്യാറാക്കണം. റിപ്പോർട്ട് ഇപ്പോഴും പറയുന്നത് 500 മീറ്റർ ഗ്രീൻ ബെൽറ്റ് എപ്പോഴും കംപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇൻസ്പെക്ട് ചെയ്യാതെയാണോ ഇൻസ്പെക്ട് ചെയ്തിട്ടാണോ എന്ന് അറിയില്ല. അതിപ്പോഴും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവരുടെ ECയിൽ 33% ഗ്രീൻ ബെൽറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
പിന്നെ ബഫർ സോണിൻ്റെ കാര്യം 24-26 ലോക്സഭാ കമ്മിറ്റിയിൽ 250-300 മീറ്റർ ബഫർ സോൺ നിർബന്ധമായും വേണമെന്നും പറഞ്ഞിട്ട് MP ലാൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ബഫർ സോണിന് വേണ്ടിയിട്ട് കോടതിയിൽ വാദിച്ചത്. അന്ന് MP ലാൽ എന്ന് പറഞ്ഞ ആൾ പണ്ട് BPCLൻ്റെ ഡയറക്ടറായിരുന്നു. ഈ ഡയറക്ടറാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ 300 മീറ്റർ ബഫർ സോൺ ഇവിടെ എനിക്ക് തോന്നുന്നു BPCL പരിസരത്ത് എങ്ങും ബഫർ സോൺ ഇല്ല. ശരിക്കും BPCL പ്ലാന്റ് കഴിഞ്ഞിട്ട് ഒരു 50 മീറ്റർ ബഫർ ഏരിയ ഉണ്ട്. അത് എന്തെങ്കിലും ആക്സിഡൻറ്റ് വന്നാലോ അതിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഫയർഫോഴ്സിനോ എന്തെങ്കിലും എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് 50 മീറ്റർ ബഫർ കഴിഞ്ഞിട്ടാണ് അവർക്ക് ഗ്രീൻ ബെൽറ്റോ എന്തെങ്കിലും അവിടെ വേറൊരു ഇത് പറ്റുള്ളൂ. പക്ഷേ ഇന്നേ ഒരു റിപ്പോർട്ടിൽ അവിടെ ഈ 50 മീറ്ററിൽ ഉൾപ്പെടെ അവർ ഈ കേസ് നടന്നതിൻ്റെ പേരിൽ മാത്രം അവർ ഉള്ളിൽ ഈ ഗ്രീൻ ബെൽറ്റ് ഇതാക്കിയേക്കുവാണ്. കൂടാതെ ഇതിൻ്റെ അകത്ത് പല ബിൽഡിങ്ങുകളും അവർ സ്ഥാപിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും ഒരു ഗ്രീൻ ബെൽറ്റ് അതിന് സ്ഥലമില്ല, അത് വേറെ ഇതാണ്. പക്ഷേ ഈ ബഫർ സോണിൻ്റെ കാര്യം ഏകദേശം ഒരു 2011-2012 മുംബൈയിൽ നമ്മുടെ BPCLൻ്റെ മുംബൈയിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ഈ മുംബൈയിൽ തൊട്ടടുത്ത ഒരു HPCLൻ്റെ മറ്റൊരു റിഫൈനറിയും ചേർന്ന് ഒരു റെസിഡൻഷ്യൽ ഏരിയയ്ക്കെതിരെ അവിടെ ബിൽഡിംഗ് പണിയുന്നതിനെതിരെ ഒരു അഫിഡവിറ്റ് സുപ്രീം കോടതി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സുപ്രീം കോടതി കൊടുക്കുന്ന സമയത്ത് അവരന്ന് BPCL അന്ന് കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് 500 മീറ്റർ ബഫർ സോൺ മാറ്റി നിർത്തിയിട്ട് വേണം അവിടെ റെസിഡൻഷ്യൽ ഏരിയ വരാൻ, അല്ലെങ്കിൽ ഇവിടുന്ന് BPCL നിന്നോ റിഫൈനറിൽ നിന്ന് വരുന്ന പല കമ്പോണൻസിനും ക്യാൻസറുമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് 500 മീറ്റർ ബഫർ സോൺ കഴിഞ്ഞിട്ട് റെസിഡൻഷ്യൽ ഏരിയ പാടുള്ളൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യത വെച്ചിട്ട് ഇവിടെ ഈ റെസിഡൻഷ്യൽ ഏരിയ ചുറ്റും ഉറപ്പായിട്ടൊരു 500 മീറ്റർ ഗ്രീൻ ബെൽറ്റും 500 മീറ്റർ ബഫർ സോണും ഗ്രീൻ ബെൽറ്റ് അറ്റ്ലീസ്റ്റ് ഗ്രീൻ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെയല്ല വരേണ്ടത്. അത് കൃത്യമായിട്ട് ഒരു മാനദണ്ഡമുണ്ട്. CPCB ആണ് മാനദണ്ഡം നിശ്ചയിക്കുന്നത്. CPCയുടെ മാനദണ്ഡം നിശ്ചയിക്കാതെ അവർ പറയുന്നത് ഈ 30% ഗ്രീൻ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഒരു 10 ഏക്കർ സ്ഥലം എടുത്തിട്ട് അതിൽ അവർ 30% വിട്ടിട്ട് ബാക്കി റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് ചുറ്റും പണിതിട്ട് അവർ ഗ്രീൻ ബെൽറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു അർത്ഥമില്ല. അപ്പോൾ അവർ ഇതെങ്ങനെയാണ് അവർ ഗ്രീൻ ബെൽറ്റ് ഡെവലപ്മെൻ്റ് എന്ന് അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുന്നോട്ട് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട്. സുപ്രീം കോടതി വിധിക്ക് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് പ്രദേശവാസികൾക്കുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാണ്? അതായത് ഇത് മിക്കവാറും ഈ മഴ പെയ്യുന്ന സമയത്ത് കൂടുതലും രാത്രികളാണ് സംഭവിക്കുന്നത്. ഇവിടുന്ന് നല്ല രീതിയിൽ സ്മെല്ല്, എന്തിൻ്റെ സ്മെല്ലാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പല രീതിയിൽ സ്മെല്ല് വരുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ മിക്കവാറും തലവേദനയും തലകറക്കം മിക്കവാറും വരാറുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇടയ്ക്ക് ഈ ഭാഗത്ത് നിന്ന് തന്നെ ഇവിടെ ഒരു അംഗൻവാടിയിൽ നിന്ന് പിള്ളേർക്ക് തല ഇറങ്ങിയിട്ട് കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത് കൂടാതെ ഇവിടെ നിന്നൊരു 3 മാസം മുന്നേ വന്നു ഒരു വെള്ളപ്പൊടി ഇവിടെ പരിസരത്തൊക്കെ പറന്നിട്ട് പോലീസുകാരും അവിടുന്ന് റിഫൈനറി ആൾക്കാരൊക്കെ വന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. അവർ പറഞ്ഞു അത് വെള്ളപ്പൊടി വേറെ ഇവിടെ നിന്ന് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവർ തടിതപ്പോവാണ്. പക്ഷേ എന്താണ് വന്നതെന്ന് ഇപ്പോൾ ഇതുവരെ ആർക്കും അറിയാൻ പാടില്ല. ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഇവിടുത്തെ പൊല്യൂഷന് ആയി ബന്ധപ്പെട്ട് കൂടി കെമിക്കൽ പൊല്യൂഷനാണ് വരുന്നത്. ഇത് നമ്മൾ ഫോട്ടോ എടുത്താണോ ഇതെങ്ങനെയാണ് അറിയിക്കണം നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം നമുക്ക് ഇതിൻ്റെ ഏത് കെമിക്കലാണ് നമുക്കറിയില്ല. നമ്മളിത് നേരെ ഞാൻ എൻ്റെ മെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 400 മെയിലിൽ കൂടുതൽ കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് ഞാൻ അയച്ചിട്ടുണ്ട് പൊല്യൂഷൻ കൺട്രോൾ. ഇന്നേ വരെ അവർ ഒന്നിനും മറുപടി തന്നിട്ടില്ല. അത് മാത്രമല്ല ഇവരെന്താണെന്ന് ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ടില്ല. കഴിഞ്ഞ ഒരു 3 വർഷത്തിനിടയ്ക്ക് ഒരു 5-6 പ്രാവശ്യം ഈ നമ്മുടെ റിഫൈനറിക്ക് ചുറ്റും ഒരു ഒഴുകുന്നൊരു തോടുണ്ട്. ഈ തോടിൽ പല പ്രാവശ്യം മീൻ ചത്തു പൊങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നത് അവിടെ വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിട്ടാണ് മീൻ ചത്തു പൊങ്ങുന്നതാണ് പറഞ്ഞത്. ഈ വെള്ളത്തിലെ അളവ് ഈ മഴ പെയ്യുമ്പോൾ എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു 2 ആഴ്ച മുന്നേ മീൻ ചത്തു പൊങ്ങിയിരുന്നു. പക്ഷേ ഇതുവരെ അതിൻ്റെ റിപ്പോർട്ടോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ BPCL കഴിഞ്ഞ് BPCL അടുത്തല്ല എന്നും പറഞ്ഞ് BPCL അത് ഒഴിഞ്ഞിട്ടുണ്ട്. ബാക്കി റിപ്പോർട്ടൊന്നും അറിയില്ല. പൊല്യൂഷൻ കൺട്രോൾ ഇൻഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ റിപ്പോർട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഇതിന് വേറെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ചില സമയത്ത് മേലുകൾ ചൊറിയുന്നുണ്ട്. ഈ കെമിക്കലിൽ ഇത് വരുമ്പോൾ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവാറുണ്ട്. പക്ഷേ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമുക്കൊരു വീഡിയോ എടുക്കാനൊന്നും സാധ്യമല്ല. പിന്നെ വെള്ളത്തിൻ്റെതാണെങ്കിൽ കഴിഞ്ഞ ഇടയ്ക്ക് ഈ പല കിണറുകളും ചീത്തയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് അവരിടുന്നല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയില്ല ഇത് എങ്ങനെയാണ് നമ്മൾ ഇത് പൊല്യൂഷൻ്റെ കാര്യങ്ങൾ നമ്മൾ തെളിയിക്കാമെന്നറിയില്ല. കാരണം നമുക്കിൻ്റെ അകത്തേക്ക് പെർമിഷൻ ഇല്ല. ഇത് അവർ പല സമയത്ത് ഇപ്പോൾ നമുക്ക് നോക്കിയറിയാം മഴ പെയ്യുമ്പോൾ തന്നെ അവർ ഇതിൻ്റെ ഈ ഗ്യാസ് തുറന്നു വിടേണ്ട അളവ് കൂടും. ഇതിന് പുകയുടെ ഇത് ശക്തി കൂടണമാണ്. അപ്പോൾ ഇതിന് പരിസരത്തൊക്കെ പകരുവാണ്. പറയുന്ന ഈ സ്മെല്ല് നമുക്ക് അറിയാൻ പറ്റും. ചില സമയത്ത് പെയിൻറ്റിൻ്റെ സ്മെല്ലാണോ, ചില സമയത്ത് വേറെ എന്തിൻ്റെയൊക്കെയോ സ്മെല്ല് ഇതിനെ വരുന്നുണ്ട്. ചില സമയത്ത് ഭയങ്കര നമുക്ക് സഹിക്കാൻ പറ്റുന്ന സ്ഥലത്ത് സ്മെല്ലുണ്ട്. അത് കൂടാതെ ഈ ചില സമയത്ത് ഭയങ്കര സൗണ്ട് വരും. അത് ഈ ഭയങ്കര സൗണ്ട് പറഞ്ഞാൽ നമുക്ക് ചില സമയത്ത് നമുക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും. മിക്കവാറും രാത്രികളിലായിരിക്കും ഈ സൗണ്ട് വരുന്നതുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ ഒരു നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളായിരുന്നു. എനിക്ക് ആ സമയത്ത് ഒരു ഭയങ്കര ജോലി ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് BPCL കൊണ്ട്. ഇപ്പോൾ ഈ പ്രദേശവാസികളുടെ ആവശ്യകതയില്ല. BPCL സ്ഥിതി ചെയ്യുന്ന ഏകദേശം 1540 ഏക്കർ സ്ഥലം. അതായത് ഈ ഏക്കർ സ്ഥലം എന്ന് പറയുമ്പോൾ അതിന് ചുറ്റും അവർ മതിലിട്ടേക്കുകയാണ്. ഈ മതിലിന് ചുറ്റും തൊട്ടടുത്ത് അത് ഇൻഡസ്ട്രിയ എന്ന സ്ഥലത്ത് തൊട്ടടുത്ത് അവർ റെസിഡൻഷ്യൽ ഏരിയ ആക്കിയിട്ടുണ്ട്. റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇത് എന്തിൻ്റെ മാനദണ്ഡത്തിലാണ് ഇൻഡസ്ട്രിയൽ ഏരിയ ആക്കിയത്? ഇൻഡസ്ട്രിയൽ ആക്കണതിന് ഒരു മാനദണ്ഡം ഉണ്ടല്ലോ. തൊട്ടടുത്ത് റെസിഡൻഷ്യൽ ഏരിയ പാടില്ല. ഏകദേശം 350 മീറ്റർ ചുറ്റുള്ള റെസിഡൻഷ്യൽ ഏരിയ പാടില്ല അതിന് ചുറ്റും.
അപ്പോൾ ഇത് ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 500 മീറ്റർ ഗ്രീൻ ബെൽറ്റ്, ഇത് BPCL തന്നെ സുപ്രീം കോടതി കൊടുത്തൊരു അഫിഡവിറ്റ് ഉണ്ട്. ഈ 500 മീറ്റർ ഗ്രീൻ ബഫർ സോൺ വേണം എന്ന് പറഞ്ഞ അഫിഡവിറ്റ് അത് ശരിക്കും BPCL പാലിക്കേണ്ടതല്ലേ? അത് ആസാമിലോ അത് അല്ലെങ്കിൽ അവരുടെ മുംബൈയിലോ മാത്രമല്ല, അത് കേരളത്തിലും ബാധകമാവേണ്ട കാര്യമല്ലേ? നമുക്കിവിടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ സ്ഥലം അക്യൂർ ചെയ്ത് അവർക്ക് ഒരിക്കലും ഈ ഗ്രീൻ ബെൽറ്റോ ബഫർ സോണോ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ സ്ഥലം ഏറ്റെടുത്തേ പറ്റുള്ളൂ. ഈ ഏറ്റെടുത്താൽ ഇവിടെ ആൾക്കാർക്കൊന്നും ഇവിടെ നിന്ന് മാറാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവർക്ക് എനിക്ക് വന്ന് ഇവിടെ പലരും ഇവിടെ തന്നെ ജീവിച്ച് വളർന്നവരായിരിക്കും. ഇവിടുത്തെ ആർക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇവിടുത്തെ പൊല്യൂഷൻ കാരണം ഒരിക്കലും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ സ്ഥലം ഒക്യൂർ ചെയ്ത് അതിനുള്ള നഷ്ടപരിഹാരം കൊടുത്ത് ഇവിടെ മാറ്റി കഴിഞ്ഞാൽ ഇവർക്ക് സുഖമായിട്ട് ബഫർ സോൺ ഡെവലപ്പ് ചെയ്യുക. കൃത്യമായിട്ട് ഇവർക്ക് ഇവിടെ പ്രൊഫഷൻ നടക്കുകയും ചെയ്യും. വേറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. മാറ്റി പാർപ്പിക്കാനാണെങ്കിൽ ഏകദേശം എത്രത്തോളം ആൾക്കാർ ഈ ഇതിന് ചുറ്റുമായിട്ടുള്ള ഏകദേശം എത്രത്തോളം ആളുകളുണ്ടാകും? ഇത് എൻ്റെ ഒരു കണക്കുകൂട്ടൽ ഏകദേശം ഒരു 300-ൽ കൂടുതൽ കുടുംബങ്ങൾ ഈ ഭാഗത്തുണ്ട്. അപ്പോൾ ഈ 300 കുടുംബങ്ങളും ഏകദേശം ഈ 500 മീറ്റർ ചുറ്റുള്ള താമസിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ഞാനും ഇതിനെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്. എൻ്റെ വീടിന് തൊട്ടടുത്ത് PDDP പ്രൊജക്റ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ആ സ്ഥലത്ത് ഏകദേശം 18-23 കുടുംബങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാം വേണ്ടിയിട്ടായിരുന്നു ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ബലത്തിൽ ആ ഒരു കേസ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയ ഇതിലാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ താമസിക്കുന്ന ഇവർ കൂടി കേസിൽ ഉൾപ്പെട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ട് പോയപ്പോഴും ഈ 9 സ്ഥലത്തെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഈ 9 റിപ്പോർട്ടും എല്ലാ സ്ഥലം സ്പെസിഫിക് ചെയ്ത് എന്താണ് അവിടുത്തെ ബുദ്ധിമുട്ടെന്നുള്ളത് കൃത്യമായിട്ട് പലതും LPG പ്ലാന്റുകളാണ് ഇവിടെ ഉള്ളത്. ഈ പ്ലാന്റുകൾക്ക് ചെറിയൊരു സ്പാർക്ക് മതി അവിടെ പ്രശ്നം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ട് ആ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇവിടെ ആവശ്യമുള്ളത്. കൃത്യമായി ടെക്നിക്കൽ കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ഥലം അക്വയർ ചെയ്തത് ശരിയായിട്ടില്ല, ഇവിടുത്തെ BPCLൻ്റെ സ്ഥലം അക്വയർ ശരിയായിട്ടില്ലെന്ന് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും എല്ലാം അടങ്ങിയ ഒരു ടെക്നിക്കൽ കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവർ നടപ്പാക്കാനാണ് വേണ്ടത്. MR രാജീവ്. ഞാൻ ഈ BPCLന് വേണ്ടിയിട്ട് പല കാലയളവിൽ സ്ഥലം വിട്ടുകൊടുത്ത ആളുകളുടെ ഒരു സംഘടനയുണ്ട് ഇവിടെ. BPCL കൊച്ചിൻ റിഫൈനറീസ് എവക്ടീസ് അസോസിയേഷനാണ്. ആ എവക്ടീസ് അസോസിയേഷൻ്റെ കൺവീനറാണ്. 64-ലാണ് ഈ BPCL കൊച്ചി റിഫൈനറി അമ്പലമുകളിൽ സ്ഥാപിതമാകുന്നത്. അതിനുശേഷം 89-ലാണ് ആദ്യമായിട്ട് ഈ കമ്പനിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് സ്ഥലം അക്വയർ ചെയ്യുന്നത്. അന്ന് മുതൽ വിവിധ കാലയളവിൽ 300-400 ഏക്കർ വീതം കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഈ പ്രദേശം ഏറ്റെടുത്തിട്ടുണ്ട്. 89-ൽ കുടിയിറക്കപ്പെട്ട ആളുകൾക്ക് കമ്പനി നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻ്റ് ഇവിടെ നടപ്പിലാക്കാതെ വന്നതിനെ തുടർന്ന് കുടിയിറക്കപ്പെട്ട ആളുകൾ ഇവിടെ സമരം ചെയ്യുകയും ഗത്യന്തരമില്ലാതെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് ജസ്റ്റിസ് B രാധാകൃഷ്ണൻ ഇറക്കിയ ഒരു ഉത്തരവ് അത് കുടിയിറക്കപ്പെട്ടവരോട് കൂടെ ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെൻറ്റുകൾ നടപ്പിലാക്കണമെന്നാണ്. ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ എഗ്രിമെൻറ്റിലുണ്ട്. അന്നത്തെ വ്യവസായ മന്ത്രി എന്ന് പറയുന്നത് KR ഗൗരിയമ്മയായിരുന്നു. ആ എഗ്രിമെൻ്റ് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും സ്ഥലമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള BPCL നടത്തിയിട്ടുള്ള എല്ലാ ഇടപാടുകളും മനുഷ്യത്വരഹിതമായിട്ടുള്ള ഇടപാടുകളാണ്. നിസ്സംശയം പറയാൻ കഴിയും. ഈ കമ്പനിയുടെ സറൗണ്ട് ഏരിയയിൽ നമ്മളൊന്ന് സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യം അക്ഷരപ്രതി ശരിയാണെന്നുള്ള ബോധ്യമാകാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇവിടെ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറഞ്ഞു. പറയാതെ പോയൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ തൊട്ടടുത്ത അമ്പലമുകൾ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അമ്പലമുകൾ, ഞാൻ ഉൾപ്പെടെ പഠിച്ച സ്കൂളാണ്. ആ സ്കൂളിൽ ഇവിടെ IREP എന്ന് പറയുന്ന പ്രോജക്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് ആദ്യമായി ഉദ്ഘാടനം ചെയ്തൊരു പ്രോജക്റ്റാണ് IREP പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം 3 മാസത്തിനുള്ളിൽ അവിടെ ഒരു വലിയ പൊട്ടിത്തെറിയും അവിടെ ഗ്യാസ് ലീക്കാവുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ സ്കൂളിലെ കുട്ടികൾ ബോധരഹിതമായി വീണ് അവരെ എടുത്ത് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഞാനത് സാക്ഷിയാണ്. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ സറൗണ്ട് ഏരിയയിലുള്ള റോഡിലൂടെ ഒരു ദിവസം യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ചാലിക്കരയ്ക്ക് തൊട്ടടുത്ത് തന്നെ, ഗേറ്റിന് തൊട്ടടുത്ത് തന്നെ ഒരു വീട്ടിലൊരു വലിയ പൊട്ടിത്തെറി ഉണ്ടാവുന്നത് ഞാൻ ദൃക്സാക്ഷിയാണ്. ഞാൻ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ നേരിട്ട് കാണുന്നതാണ്. ഞാൻ ഭയപ്പെട്ടു. ഒരു വീട്ടിലെ ഗാർഹിക സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ്. ആ മതിലിൽ നിന്നും ഒരു റോഡിൻ്റെ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ മതിലിൻ്റെ തൊട്ടടുത്ത് അകത്ത് പ്ലാന്റാണ്, കമ്പനിയുടെ ടാങ്ക് ഒക്കെയാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ചെറിയ ഡിസ്റ്റൻസിൽ ഇതുപോലെ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതുപോലെയുള്ള മത്സ്യക്കുരുതികൾ, ആളുകൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഇതെല്ലാം ഈ പ്രദേശത്തെ ആളുകളുടെ സ്വൈര്യ ജീവിതം താറുമാറാക്കിയിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.
ഞങ്ങൾ ഈ പ്രദേശത്തെ ആളുകൾ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ശരിയാണെന്ന കാര്യമാണെന്ന് ഇവിടെ അറിയാൻ പാടില്ലാത്തതായിട്ടുള്ള ആരുമില്ല. ഇവിടെ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളായാലും കമ്പനി മാനേജ്മെൻറ്റിൽ ഉദ്യോഗസ്ഥരായാലും അതുപോലെ സർക്കാർ MLA ആയാലും MP ആയാലും പിന്നെ പഞ്ചായത്ത് മെമ്പർ മുതലുള്ള ആളുകൾക്ക് പറയുന്ന കാര്യങ്ങൾ കൃത്യമാണെന്ന് ബോധ്യമുണ്ട് എങ്കിലും ഇത് പരിഹരിക്കുവാനായിട്ട് ഒരു ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നിരാശാജനകമായിട്ടുള്ള കാര്യം. ഇവിടെ ഇപ്പോൾ ഹൈക്കോടതിയിൽ അയ്യങ്കുഴി അമ്പലമുകളിൽ അയ്യങ്കുഴി പ്രദേശത്തുള്ള ആളുകൾക്ക് ഇതുപോലെ രൂക്ഷമായ പ്രശ്നമുണ്ട്. ഈ കമ്പനിയുടെ പൊല്യൂഷനിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഒരുപോലെ ഇത് ബാധകമാണ്. പക്ഷേ അയ്യങ്കുഴി പ്രദേശത്ത് കൂടുതൽ പൊല്യൂഷൻ ഉണ്ട്, നീർമേൽ പ്രദേശത്ത് കൂടുതൽ പൊല്യൂഷൻ. അപ്പോൾ ഈ പൊല്യൂഷന് പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി പാലിക്കേണ്ടതായിട്ടുള്ള മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിഹാരത്തിനായിട്ടുള്ള ഏക മാർഗം. കമ്പനി ഗ്രീൻ ബെൽറ്റോ ബഫർ സോണോ ഒന്നും ഏർപ്പെടുത്താതെയാണ് ഈ കമ്പനി ഇവിടെ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. ഞങ്ങൾ 89 മുതൽ കൊച്ചിൻ റിഫൈനറീസ് എവിക്ടീസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം, കമ്പനിയുടെ വികസനത്തിന് ഈ നാട്ടിൽ ആരും എതിരല്ല. കമ്പനിയുടെ വികസനം ഈ നാട്ടിലെ ആളുകളെല്ലാവരും സ്വാഗതം ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ കമ്പനി വികസനത്തിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അതിനൊരു കൃത്യമായ മാനദണ്ഡം പാലിക്കണം. ഒരു മിനിമം സ്വാഭാവികമായ അതിരുകൾ പാലിച്ചെങ്കിലും കമ്പനി സ്ഥലം ഏറ്റെടുക്കണം എന്നുള്ള മിനിമം ആവശ്യം 89 കാലം മുതൽ ഇവിടെ വിവിധ സംഘടനകളും വ്യക്തികളും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ വളരെ ധിക്കാരപരമായിട്ടുള്ള നിലപാടാണ് ഈ കാര്യത്തിൽ കമ്പനി മാനേജ്മെൻറ്റ് കൈക്കൊണ്ടിരിക്കുന്നത്. അത് ചോദ്യം ചെയ്യുവാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഉണ്ടായിട്ടും അവരത് കൃത്യമായിട്ട് അത് ചോദ്യം ചെയ്യാൻ തയ്യാറാവാത്തതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് നമുക്ക് പിടികിട്ടുന്നില്ല. ഈ വിഷയത്തിൽ ഇവിടെ നിരവധിയായിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഈ ജനകീയ പ്രക്ഷോഭങ്ങളൊന്നും കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വമല്ല. അതെല്ലാം ഇവിടുത്തെ ജനങ്ങൾ സ്വമേധയാ സംഘടിച്ച് രൂപീകരിച്ചിട്ടുള്ള ജനകീയ പ്രസ്ഥാനങ്ങളാണ് ഈ ആവശ്യം ഉന്നയിച്ച് ഈ കമ്പനിയുടെ ചുറ്റും ഇത്തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. ഈ ജനകീയ പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് ഈ പാവപ്പെട്ട ആളുകൾ അവർ പോയി കൂലിവേല ചെയ്ത് കൊണ്ടുവരുന്ന നാണയത്തുട്ടുകൾ ശേഖരിച്ച് വെച്ചിട്ടാണ് ഇവിടെ മൈക്ക് സാങ്ഷൻ എടുക്കുന്നതും ഇവിടെ കസേര കൊണ്ട് നിരത്തിയിടുന്നതുമൊക്കെ. ആ കസേരകളിൽ വന്നിരുന്ന് ഈ വിഷയം ഘോരഘോരം പ്രസംഗിച്ചിട്ട് പോകുന്ന ഒരു ജനപ്രതിനിധി പോലും ഈ വിഷയം പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമം നടത്തുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം. കാരണം ഇവിടുത്തെ നിലവിലുള്ള സർക്കാരുകൾ, ഇവിടുത്തെ MLA MP ഇതെല്ലാം ഇവിടെ കാലങ്ങളായിട്ട് ഭരിച്ചിട്ടുള്ള 2 രാഷ്ട്രീയ പാർട്ടികളാണ്. പക്ഷേ അവരൊന്നും ഇതിനകത്ത് കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടലുകൾ ആത്മാർത്ഥമായിട്ട് നടത്തുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ ഈ വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ സുപ്രീം കോടതിയിലെ കേസിൻ്റെ കാര്യം പറഞ്ഞു. അതുകൂടാതെ അയ്യങ്കുഴി നിവാസികൾ ഹൈക്കോടതിയിലൊരു കേസ് നടത്തുന്നുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ചിലാണ് ആ കേസ്. ആ കേസിൻ്റെ നിർണായകമായൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. ആ സമയത്ത് ഈ ജഡ്ജി കമ്പനിയുടെ നിലപാട് ചോദിച്ചപ്പോൾ, സർക്കാരിൻ്റെ നിലപാട് ചോദിച്ചപ്പോൾ സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് ചീഫ് സെക്രട്ടറി കൊടുത്തിരിക്കുന്ന ഒരു അഫിഡവിറ്റ് ഉണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് റെഡ് കാറ്റഗറി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പ്രദേശം ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണെന്നുള്ള ഒരു കള്ള സത്യവാങ്മൂലം ഈ ചീഫ് സെക്രട്ടറി കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ചേതോവികാരം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ സമരത്തോട് ആഭിമുഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിൽ വന്ന് ജോയിൻ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ ചീഫ് സെക്രട്ടറിയുടെ ഈ നിലപാടിന് ഇവർ തള്ളിക്കളഞ്ഞില്ല എന്നുള്ളതൊക്കെ നമുക്ക് സംശയം ഉണർത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒത്തുകളിക്കുന്നുണ്ട്. ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ ഈ സ്വൈര്യജീവിതം അനുവദിക്കാത്ത തരത്തിൽ ഒരു ഹിഡൻ അജണ്ട ഈ കാര്യത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിവിടുത്തെ സാധാരണക്കാരായ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യമായിട്ടുള്ള കാര്യമാണ്. ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് ഈ ബന്ധപ്പെട്ട ആളുകൾ, കമ്പനി മാനേജ്മെൻറ്റും അതുപോലെ സർക്കാരും കൃത്യമായ നിലപാട് സ്വീകരിക്കണം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു കേന്ദ്ര സഹമന്ത്രി, പെട്രോളിയം വകുപ്പ് സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി സാർ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. നമുക്കൊരു വലിയ പ്രതീക്ഷയാണ് അതിൽ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഈ ചാനൽ വഴിയെങ്കിലും ഈ ആളുകളുടെ ഈ പ്രശ്നങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കും എന്നുള്ളത്. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് പച്ചയായ മനുഷ്യരുടെ പച്ചയായ ജീവിതങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മനുഷ്യത്വമുള്ള ഒരു വ്യക്തി കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും. എൻ്റെ പേര് സാജു കെ വർഗീസ്. ഞാനൊരു റിട്ടയർഡ് SI ആണ്. ഞാൻ ഈ വിളിച്ച കാര്യങ്ങളെല്ലാം 2 വർഷമായിട്ട് ഇതിൻ്റെ പുറകെ കേസുമായിട്ട് നടക്കുന്നത്. ഞാൻ സ്വന്തമായിട്ടാണ് ഈ കേസ് വക്കീലിനെ കൊടുത്ത്
ഫീസ് കൊടുത്ത് ഞാൻ നടത്തിക്കണത്. അന്ന് ഞാൻ 2020 ഒരു അന്നത്തെ പ്രസിഡൻ്റായിരുന്നു 2022. അപ്പോൾ ഞാൻ ഈ വിവരം 2020 മീറ്റിംഗ് 2 മീറ്റിങ്ങിൽ വടവലുള്ള ഓഫീസിൽ വെച്ച് 2 മീറ്റിങ്ങിൽ ഞാനിത് അവതരിപ്പിച്ചു. 2 മീറ്റിങ്ങിലും അവർ നഖശികാന്തനെടുത്തു. ജനങ്ങളുടെ പ്രശ്നങ്ങളിലൊന്നും ഞങ്ങൾ ഇടപെടില്ല, ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല, ഞങ്ങളെ അതിലേക്ക് വലിച്ചഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവസാനം 2ാമത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവരോട് പറഞ്ഞു, ഇത് ഞാൻ സ്വന്തമായിട്ട് നടത്തുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരു ബുദ്ധിമുട്ട്, സാറ് പൈസ കൊടുത്ത് നടത്തിക്കോ, ഞങ്ങൾക്ക് ഇപ്പോൾ എന്നാന്ന് ചോദിച്ചു. അങ്ങനെ ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് രാജിവെച്ച് ഈ പ്രശ്നം തീരാനായിട്ടുള്ള ഇവരുടെ കൂടെ നടക്കുന്നു. ഞാൻ ഈ പ്രദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. വർഷങ്ങളെ 2016 ആദ്യമായിട്ടാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തു. 2017 ആ കേസ് വിധി വന്നു. അത് കേന്ദ്ര സർക്കാരിനായതുകൊണ്ട് അത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ അവിടെ നിന്ന് യാതൊരു നടപടിയുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഗ്രീൻ ട്രിബ്യൂണൽ കേസ് കൊടുത്തു. പിന്നെ നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി അങ്ങനെ കളക്ടർ അങ്ങനെ അനവിധ പരാതികൾ കൊടുത്തിട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സുപ്രീം കോടതിയിൽ വിപിൻ എന്ന് പറഞ്ഞ അതിൻ്റെ കൂടെ കക്ഷി ചേർത്ത് കേസ് കൊടുത്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഇനി ഫൈനൽ ഹിയറിംഗ് എന്നാണ് പറഞ്ഞത്. അത് മാറ്റവും ഇല്ലെന്നറിയാൻ പാടില്ല. ഞങ്ങൾക്ക് ഒരു തരത്തിലും ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല. ശ്വാസം മുട്ട്, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, പല പല രോഗങ്ങൾ, ആർക്കും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അസ്വസ്ഥയാണ് ഇവിടെ. അതുപോലെ ഈ കമ്പനി മുഖാന്തരം ഞങ്ങൾക്ക് ഒരു തരത്തിൽ ജീവിക്കാൻ, കുടിവെള്ള പ്രശ്നം, വിവിധ പ്രശ്നങ്ങളായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാനൊരു പറ്റാത്തൊരവസ്ഥ കൊണ്ടാണ് ഞങ്ങൾ സുപ്രീം കോടതി, ഈ സാറാണ് ഞങ്ങളെ സഹായിച്ചത്. ഈ സാറിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് തോന്നുന്നു, സാറേ ഞങ്ങൾക്ക് നിവൃത്തിയില്ല, ഞങ്ങൾ സഹായിക്കാമെന്ന് വെച്ചപ്പോൾ സാറ് പറഞ്ഞു ശരി ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കൂടെ അപ്പോഴും ഇപ്പോഴും ഉണ്ട്. കേസ് തരുന്നവരെയുള്ള പണം സാറ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഞങ്ങൾ ഒഴിപ്പിക്കണമെന്ന് ആഗ്രഹം. കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല ഇവിടെ. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഞങ്ങളെ ഇവിടെ നിന്ന് നമ്മുടെ പെട്രോളിയം മിനിസ്റ്റർ സുരേഷ് ഗോപിയുടെ ഇതിൽ അറിയിപ്പിച്ചിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു. അങ്ങേരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനല്ല എന്ന് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്നേഹമുള്ള മനുഷ്യനാണ്. അപ്പോൾ ഈ വിവരം ആ സാറിനെ ധരിപ്പിക്കണമെന്ന്, സാറിന് അറിവിലേക്ക് വരണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് ചിന്നമ്മ ശശി. ഞാൻ ഈ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഭാഗത്തുള്ള സർവ്വജനങ്ങൾക്കും ഒരു ദിവസം പോലും ഞങ്ങൾക്കൊരു സുഖം ആർക്കും ഇവിടെ ഉണ്ടായിട്ടില്ല. എൻ്റെ ഭർത്താവിനാണെങ്കിൽ ക്യാൻസർ കഴിഞ്ഞപ്പോൾ 4ാം സ്റ്റേജാണ്. അങ്ങേർക്ക് മരുന്ന് മേടിക്കാൻ പോലും എനിക്കൊരു കൂലിക്ക് പണിക്ക് പോകാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ്. ഞങ്ങളുടെ വീട്ടിലൊന്നല്ല, ഞങ്ങളുടെ പരിസരത്ത് മൊത്തം രോഗം, ശ്വാസം മുട്ട്, തലവേദന, തൊണ്ടയിലൊക്കെ എന്തോ കരകരപ്പ് പോലെയാണ് എനിക്കും തോന്നുന്നത്. എല്ലാവർക്കും രോഗികളാണ് ഈ ഭാഗം മൊത്തം. അത് കാരണം ദയവ് ചെയ്ത് സുരേഷ് ഗോപി സാറിനെ കൊണ്ട് ഞാനീ പറയുന്ന ഈ ഒരു വാക്കൊന്ന് അറിയിച്ച് ഞങ്ങളുടെ ഈ ഭാഗം ഒന്ന് എടുത്തു ഞങ്ങളെ സഹായിക്കാൻ സാറിനോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണോ. നേരിട്ട് കണ്ട് ഈ കാര്യങ്ങളൊന്നും പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഞങ്ങൾക്ക്. ഈ ഭാഗത്തെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഇവിടെ കിടന്ന് മരിക്കുകയുള്ളൂ. ഓരോന്നോരോന്നായി ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കും. രോഗത്തിൻ്റെ അടിമയാണ് ഞങ്ങളുടെ ഈ ഭാഗം മൊത്തം. ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട്, എല്ലാ കാര്യം കൊണ്ടും ഞങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടാണ്. കമ്പനി തൊട്ട് അയൽപക്കം വരെ എടുത്ത് വെച്ചും ബാക്കി ഭാഗം എടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഇതിങ്ങനെ നീട്ടിയിട്ടായിരുന്നു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒന്നുമല്ലെങ്കിൽ അവരോട് ഞങ്ങളെ മൊത്തം ജനങ്ങളെ കൊല്ലാൻ പറയും, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ജീവിക്കാൻ വേണ്ടി ഞങ്ങളെ ഇവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കാൻ പറയുക. ഇതാണ് എനിക്ക് പറയാനുള്ളൂ. എൻ്റെ പേര് കുമാരി. എനിക്ക് കയ്യും കാലിനൊക്കെ വേദനയും ചൊറിച്ചിലും മണം വരുമ്പോൾ ഭയങ്കര തലവേദനയും തൊണ്ടവേദനയും. പിന്നെ എൻ്റെ മൂത്ത മോന് ശ്വാസം മുട്ടാണ്. അത് ശ്വാസം മുട്ട് വന്നപ്പോൾ 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ അവനെ ആശുപത്രി കൊണ്ടുപോയി ഈ വലിച്ചാണ് അവന് പാടുകേട് കുറയുന്നത്. പിന്നെ എൻ്റെ കെട്ടിയവനും ശ്വാസം മുട്ടാണ്. പിന്നെ എത്രയും വേഗം ഇത് ആ സുരേഷ് സാറിനോട് പറഞ്ഞ് ഈ സ്ഥലം എടുക്കണമെന്ന് ഞങ്ങളെല്ലാവരും അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ പിള്ളേർക്ക് വേണമെങ്കിൽ ഒരു ജീവിതം വേണം. ഞങ്ങളുടെ ജീവിതം പോയി, ആ പിള്ളേർക്കാണെങ്കിൽ ഒരു ജീവിതം വേണം. ഞാൻ രാജമ്മ രാജു, ഈ പരിസരവാസിയാണ്. ഞങ്ങൾക്ക് പൊല്യൂഷനും എന്നും രാത്രി മണവും ഭയങ്കര സൗണ്ടൊക്കെ ആയത് കാരണം ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല കിടക്കാൻ. ഈ പൊല്യൂഷൻ കാരണം പല പല ശ്വാസം മുട്ടലും പല പല അസുഖങ്ങൾ, ചൊറിച്ചിൽ, എല്ലാ അസുഖങ്ങളും. ഈ കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോൾ മഞ്ഞ് പോലത്തെ ഒരു സൈസ് പുക, അത് വന്നു കഴിഞ്ഞ് ഭയങ്കര മണവും ഭയങ്കര പ്രശ്നമാണ്. അതുപോലെ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് സുരേഷ് ഗോപി സാറിൻ്റെ അടുത്ത് അറിയിക്കണമെന്നാണ് ഞങ്ങൾ പറയണത്. ഞങ്ങളെ രക്ഷപ്പെടുത്താൻ പറ സാറിനോട്, അല്ലെങ്കിൽ ഓരോരുത്തരും ഇവിടെ കിടന്ന് മരിച്ചു പോവുകയുള്ളൂ. ശ്വാസം മുട്ടലും പുകയൊക്കെ അടിച്ച് പൊല്യൂഷൻ, ഭയങ്കര പൊല്യൂഷനാണ് ഇവിടെ. വെള്ളം കുടിക്കാൻ വെള്ളവും ഇല്ല, വെള്ളവും ഒരു സ്ഥലത്തില്ല. സാധ്യമായ ഏക പോംവഴി BPCL പ്ലാന്റിന് തൊട്ടടുത്ത് കിടക്കുന്ന ഈ 32 കുടുംബാംഗങ്ങളുടെ ഭൂമി ന്യായമായ വില നൽകി ഏറ്റെടുക്കുക. അവർ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊള്ളും. നിങ്ങൾക്ക് നിയമപ്രകാരം വികസന പ്രവർത്തനങ്ങൾക്കുള്ള ആവശ്യത്തിനുള്ള സ്ഥലവുമാകും. ഈ ജനങ്ങളും രക്ഷപ്പെടും. നിങ്ങൾ കേസിനും രാഷ്ട്രീയക്കാർക്കും കൊടുക്കുന്ന കോഴ പോലും വേണ്ട ഈ സ്ഥലം ഏറ്റെടുക്കുവാൻ. ഒരു അപകടമുണ്ടായി ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വവും അതിന് നൽകേണ്ടി വരുന്ന നഷ്ടപരിഹാരവും മാത്രം ഓർത്താൽ മതി.
നിങ്ങൾ ഈ പ്രപ്പോസൽ പരിഗണിക്കും? നമുക്ക് വ്യവസായം വേണം, പക്ഷേ 32 കുടുംബങ്ങളെ നമുക്ക് ഗുരുതി കൊടുക്കണോ? അതോ ഒരു ദുരന്തം ഉണ്ടാകണോ നമുക്ക് ഉണർന്നു പ്രവർത്തിക്കുവാൻ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.